വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3-ാം ദിവസമാണ്. 24 മണിക്കൂറിനകം വരും എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പട്ടികയുടെ ഒരു ഘട്ടം മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അറിയണം. അതെപ്പോൾ വരും എന്ന ആകാംക്ഷയിലായിരിക്കും കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള എല്ലാ പ്രേക്ഷകരും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചായാലും അതിൽ ആകാംക്ഷയുണ്ട്. കാരണം ആരാണ് തങ്ങളുടെ എതിരാളികൾ എന്ന് അറിഞ്ഞാലേ തന്ത്രങ്ങൾ മെനയാനാകൂ. എന്തായാലും ആ കാത്തിരിപ്പ് തുടരുന്ന മണിക്കൂറാണ്. ഒരുപക്ഷെ നമ്മളുടെ വൈകുന്നേരം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് നിമിഷം തന്നെ വേണമെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക വരാം. കഴിഞ്ഞ ദിവസം അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിലെല്ലാം കലങ്ങിത്തെളിയുമോ എന്ന് കാത്തിരിക്കുന്ന മണിക്കൂറാണ്. എന്നാൽ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എംപിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സുധാകരന് മാത്രം ഇളവനുവദിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിലും ഒരു തീരുമാനം അന്തിമമായിട്ടില്ല. അതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനയാണ് വരുന്നത്. അങ്ങനെ തർക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ 2-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏതാനും നിമിഷങ്ങൾക്കകം വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നത് നേതാക്കളെല്ലാം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വൈകുകയാണ് ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുന്ന കാര്യം. എന്നാൽ എംപിമാർ മത്സരിക്കുന്നതിനെ ചൊല്ലി അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇതിൽ 55 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അതിൽ തന്നെ 3 എണ്ണം ഒഴിച്ചിട്ടുകൊണ്ടാകും ഈ ലിസ്റ്റ് പുറത്തു വരിക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 37 സീറ്റുകളിൽ ആരൊക്കെയാണ് എന്നത് വരും മിനിറ്റുകളിൽ അറിയാൻ പറ്റും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തളിപ്പറമ്പും ഒപ്പം തന്നെ അമ്പലപ്പുഴയും ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ കണ്ണൂരും ഒഴിച്ചിടും. അങ്ങനെയാണെങ്കിൽ 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കണ്ണൂരിന്റെ കാര്യത്തിൽ സുധാകരന് ഒരു ഇളവ് നൽകാനുള്ള ചർച്ചകൾ നടന്ന് അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തീരുമാനം അതിൽ വളരെ നിർണായകമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. CEC-യിൽ കൂടി ചർച്ച ചെയ്തതിനു ശേഷം കണ്ണൂരിന്റെ കാര്യത്തെ അന്തിമ തീരുമാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരും. അതിനു മുൻപ് നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണണം. VD സതീശൻ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതാണ്. ആ 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല. തർക്കങ്ങൾ ഉള്ള ഇടങ്ങളാണ് പുറത്തു വരാനിരിക്കുന്ന പട്ടികയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയായിരിക്കും കോൺഗ്രസിൽ തുടർന്നു പറച്ചിലുകൾ. ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നവർ, നിരാശർ, അവരുടെയൊക്കെ പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സമയമാണ്. VD സതീശൻ ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. കോൺഗ്രസിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇന്ന് തീരുമാനമെടുക്കും. RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C. കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ C. അനൂപ് ജേക്കബിന് പിറവവും, CMBക്ക് തിരുവനന്തപുരവും, KDP C. മാണി C. കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും, തൃണമൂൽ കോൺഗ്രസിന് C. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്.
കേരള CPM-നെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. അത് ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുക. അപ്പൊ അതുകൊണ്ടാണ് 1-2 ദിവസം പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ സമയം വളരെ കുറവാണ്. അപ്പോ ഇത് ദേശീയ പാർട്ടി ആയതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ നീണ്ടുപോകുന്നതാണ്. പല ഘടകങ്ങളിൽ ഈ കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടുന്ന സാഹചര്യമാണ് തീരുമാനം നീളാൻ കാരണം എന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനുമപ്പുറം തുടരുന്ന പിടിവലിയലും സ്ഥാനാർത്ഥിത്വത്തിനായി കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദവുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതാണ് തീരുമാനം വൈകാനുള്ള യഥാർത്ഥ കാരണങ്ങൾ. നമുക്ക് ഒപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 24 മണിക്കൂർ എന്ന് പറഞ്ഞു. ഇപ്പോൾ 72 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഏറ്റവും തർക്കമുള്ള പിടിവലി നടന്നുകൊണ്ടിരിക്കുന്ന 40 മണ്ഡലങ്ങളിലെ തീരുമാനമാണ് വരാനുള്ളത്. അതിൽ സ്വതന്ത്രം മത്സരിക്കാൻ മാറ്റി നിർത്തിയിരിക്കുന്ന 3 എണ്ണം ഒഴിച്ചാൽ 37 ഇടത്തെ തീരുമാനം അറിയേണ്ടിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. കണ്ണൂർ ഒഴിച്ചിട്ടുകൊണ്ടുള്ളൊരു പട്ടികയാണോ പ്രതീക്ഷിക്കുന്നത്? 1 മണിക്കൂറിനകം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനാണ് സാധ്യത. അതിൽ തന്നെ ആകെയുള്ള 37-ൽ 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കാം. 2 ഇടത്ത്, അതായത് കോന്നിയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി MP-മാരായ അടൂർ പ്രകാശും കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ വിശദമായ ഒരു ചർച്ച CEC-യിൽ ഇന്ന് വീണ്ടും ഉണ്ടാകും. രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ അതിൽ കൃത്യമായ ഒരു ചിത്രം തെളിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ MP-മാർക്ക് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വീകരിച്ചിരുന്ന കാർക്കശ്യം നിറഞ്ഞ നിലപാടിൽ ചില അയവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് 2 കാരണങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് പ്രചാരണത്തിനടക്കം ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെല്ലുവിളിയാകുന്നുണ്ട്. കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ K ബാബു ആയിരുന്നു UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കെ സുധാകരനും അടൂർ പ്രകാശനും ഒന്നും ഇളവ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തലമുതിർന്ന ഈഴവ നേതാക്കൾ ഈ നിയമസഭയിൽ UDF-ന്റെ പ്രതിനിധികളായി സഭയിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് വലിയ തരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കും. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ അത് വെല്ലുവിളിയാകും എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആശങ്ക. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ നിലപാടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേർക്ക് ഇളവ് അനുവദിക്കണം എന്നൊരു നിലപാടിലേക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരു വിഭാഗം എത്തുന്നത്. പക്ഷേ അതിനെ വിമർശിച്ചുകൊണ്ട് മറുവിഭാഗം രംഗത്തുണ്ട്. അത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉറച്ചു നിൽക്കുകയാണ്. കാരണം കണ്ണൂരും ആറ്റിങ്ങലും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് ആറ്റിങ്ങലിൽ ഇടത് കോട്ട തകർത്ത് അടൂർ പ്രകാശ് MP-ആയി അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കാൻ അടൂർ പ്രകാശനല്ലാതെ മറ്റാർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇപ്പോഴും അനിശ്ചിതത്വത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ 2 സീറ്റുകൾ കൂടി കുറയുക എന്ന് പറയുന്നത് കോൺഗ്രസിന് ആലോചിക്കാൻ മേല. അതുകൊണ്ട് അവിടെ ജയമുറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി ഒരു ധാരണയായതിനു ശേഷം മാത്രമേ തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആകെയുള്ള 37-ൽ 35 സീറ്റുകളിൽ വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് CEC മീറ്റിംഗിന് ശേഷം ഉണ്ടാകാനാണ് സാധ്യത. മറ്റ് 2 സ്ഥലങ്ങളിലെ കാര്യത്തിൽ ഒരുപക്ഷെ വിശദമായ ചർച്ചകൾക്ക് ശേഷം CEC മീറ്റിംഗിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ധാരണയിലേക്ക് എത്തുക. KC വേണുഗോപാൽ അല്പസമയം മുമ്പ് കെ സുധാകരനെ വീണ്ടും നേരിൽ കണ്ട് അദ്ദേഹവുമായി കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഡാന, സുധാകരന് മുന്നിൽ നേതൃത്വം വഴങ്ങുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു ഘട്ടമാണോ? വലിയ കണിശമായ തീരുമാനമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. MP-മാർ മത്സരിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് ഇത്രയധികം ചർച്ചകൾ നടത്തുന്നു. ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന സുധാകരൻ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞതാണ്. അത് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുന്നു. അതിനുശേഷവും സുധാകരൻ അവിടെ തുടരുകയാണ്. ഇതിനോടകം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെ 2-3 തവണ സുധാകരനുമായി ചർച്ച നടത്തി എന്നതാണ് മനസ്സിലാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, തുറന്നു പറച്ചിൽ ഉണ്ടാകരുത് എന്ന സന്ദേശം കൊടുക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുകയാണോ നേതൃത്വം ഇപ്പോൾ?
ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും സുധാകരനോട് കാത്തിരിക്കൂ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു നേതൃത്വം എന്നതാണ് മനസ്സിലാകുന്നത്. കെ.സി. വേണുഗോപാൽ നേരിട്ട് തന്നെ സുധാകരനുമായി സംസാരിക്കുന്നു. ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കൂ, തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കെ സുധാകരന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാം എന്നൊരു ഉറപ്പാണ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സുധാകരന്. കെ.സി. വേണുഗോപാൽ തന്നെ ഈ കാര്യങ്ങൾ സുധാകരനെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. തീരുമാനത്തിനായി കാത്തിരിക്കൂ എന്ന സന്ദേശം നേതൃത്വത്തിൽ നിന്ന് സുധാകരന് കിട്ടി എന്ന് മനസ്സിലാകുന്നു. ഡാൻ കുര്യൻ വിശദീകരിക്കുന്നത് പോലെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും അല്പസമയത്തിനകം പ്രഖ്യാപിക്കുക. 5 സീറ്റുകൾ ഒഴിച്ചിടും. അതിൽ കണ്ണൂരും കോന്നിയും ഉണ്ട് എന്നതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂരിലും കോന്നിയിലും എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇവർ. എല്ലാവിധത്തിലുമുള്ള നടപടികൾ പോലും പൂർത്തിയാക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. അവരുടെ പ്രൊമോഷൻ വീഡിയോകൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാം. അണികൾ ആ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ആ രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനകൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ 2 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാകും ഇപ്പോഴുണ്ടാകുക. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ എംപിമാരുടെ മത്സരിക്കാനുള്ള ഈ ആഗ്രഹം വലിയ രീതിയിൽ ചർച്ചയാകും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തി നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഞാൻ ഡാനോട് ചോദിച്ചത്, സുധാകരന് മുന്നിൽ നേതൃത്വം മുട്ടുമടക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ? ഇതൊരു മുട്ടുമുടക്കലിന്റെ പ്രശ്നമല്ല. ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങൾ മാത്രം പ്രചാരണത്തിന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു തർക്കം അനിശ്ചിതത്വത്തിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് പാർട്ടിയുടെ ജയസാധ്യതകളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവിടെയുള്ള ഒരു വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ ലോക്സഭയിൽ നിന്ന് ജയിച്ച് വന്നയാളാണ് കെ സുധാകരൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ കണ്ണൂരിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ മുഖമായ കെ സുധാകരനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം അത് ഏത് തരത്തിൽ ബാധിക്കും തെരഞ്ഞെടുപ്പിനെ, പ്രചാരണങ്ങളെ ഏതൊക്കെ ഒരു ആശങ്കയുണ്ട്. അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലടക്കം അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ സൂചനകളൊക്കെ ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിപാകുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള എല്ലാ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നേതൃത്വം തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. മാത്രമല്ല ശശി തരൂർ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണ കൂടി കെ സുധാകരനുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം മുതൽ കെ സുധാകരനും അടൂർ പ്രകാശനും MK രാഘവനും ഒരുപക്ഷെ ഇളവ് നൽകിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ MK രാഘവനെ പിന്തുണച്ചിരുന്നത് ശശി തരൂരായിരുന്നു. അതോടൊപ്പം അടൂർ പ്രകാശും കെ സുധാകരനും കൃത്യമായി നേരത്തെ മുതൽ തന്നെ നിയമസഭയിൽ തിരിച്ചു വരണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന നിലപാടിലുമായിരുന്നു. പക്ഷേ MPമാർ മത്സരിച്ചാൽ അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടാണ് ഇതിൽ ഒരു വിലങ്ങുതടിയായി മാറിയത്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുകയും അത് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനെ തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു ഇളവ് നൽകിക്കൊണ്ട് നിലവിലുണ്ടായിരിക്കുന്ന ഈ കാർമേഘങ്ങൾ അത് കെട്ടടങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നിർണായകമായ CEC യോഗത്തിന് ശേഷം 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാമെന്നാണ് സാധ്യത. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത് 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകും എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ പട്ടിക പുറത്തു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 2 CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടുവള്ളിയിൽ സലീം മടവൂരും പാലക്കാട് NMR റസാഖും മത്സരിക്കും എന്നതാണ് വിവരം. 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പിന്നീട് പ്രഖ്യാപിക്കാനായി മാറ്റിവെച്ചിരുന്നത്. അതിൽ 2 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി CPM പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
കൊടുവള്ളിയിൽ സലിം മടവൂരും പാലക്കാട് NMR റസാഖും ആണ് മത്സരിക്കുക. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അപ്പോൾ ഇനി 3 സീറ്റ് മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ, ബാക്കി എല്ലാ സീറ്റിലും ആളുകളാകുന്നു. ഈ NMR റസാഖ് ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 3 സീറ്റുകളിൽ മാത്രമാണ് ഇനി ഇടതുമുന്നണി CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത്. 71 പാർട്ടി ചിഹ്നത്തിൽ 15 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയുമാണ് CPM മത്സരിപ്പിക്കുന്നത്. അതിൽ പാലക്കാട് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ സരിനാണ് മത്സരിച്ചത്, ഡോക്ടർ സരിനാണ് മത്സരിച്ചത്. ഇത്തവണ പക്ഷേ അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ ശൃംഖലയുടെ ഉടമ കൂടിയായ റസാഖിനെ, NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് കൊടുവള്ളിയാണ്. കൊടുവള്ളി ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ സലിം മടവൂറിനെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോവളത്ത് ഭഗത് റൂഫസിനെയും ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്നു. ഇനി 3 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്നോ നാളെയോ അതുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെയും അതുപോലെ ലീഗിനെയും ഒക്കെ അസംതൃപ്തിയുള്ളവരെ ആ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കാനാണ് CPM ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ അവിടെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അരുൺ, ഈ കാര്യത്തിൽ NMR റസാഖ് മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. പാലക്കാട് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു വന്നു. അതിനുശേഷം കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് രാഹുലിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായിരിക്കുന്ന സാഹചര്യമുള്ളത്. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ നിരവധി സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള മണ്ഡലമാണ് പാലക്കാട്. അവിടെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് NMR റസാഖിന്റേത്. അത് ഇപ്പോൾ അംഗീകരിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. NMR റസാഖിന്റെ ഒരു സാധ്യത പാലക്കാട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇപ്പോഴത്തെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ സ്വീകരിക്കപ്പെടുക? പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ്. അവിടെ CPM ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ഒരു മാറ്റം CPM ഉദ്ദേശിക്കുന്നത് ഒരു പൊതുസോധനെ കൊണ്ടുവരാനാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ കണക്കിൽ 2ാം സ്ഥാനത്ത് BJPയെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്താൻ അവിടെ കോൺഗ്രസിനെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്താൻ അവിടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ആ 2ാം സ്ഥാനം കിട്ടിയ ഒരു പ്രതീക്ഷ വെച്ചാണ് ഇപ്പോൾ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറെടുക്കുന്നത്. റസാഖ് വിപുലമായ വ്യക്തിബന്ധമുള്ള ആളാണ് ഈ മണ്ഡലത്തിൽ. അത് പ്രയോജനപ്പെടുത്താൻ പ്രത്യേകിച്ച് പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമായ പിരായിരി പോലുള്ള പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കൂടിയാണ്. ആ സാധ്യതകൾ കൂടി ഇത്തവണ പ്രയോജനപ്പെടുത്താനാകുമോ എന്നാണ് CPM പരീക്ഷിക്കുന്നത്. വലിയ സമ്പന്ന രാഷ്ട്രീയ നേതാവല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. സിനിമാ താരമാണ്. BJP ക്യാമ്പിൽ നിന്ന് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. സ്വാഭാവികമായും അവിടെ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ചാൽ പാർട്ടി വോട്ടുകൾ കൂടിയാകുമ്പോൾ പാലക്കാട് ഇത്തവണ തിരിച്ചുപിടിക്കാം. നേരത്തെ നൌഷാദ് എന്ന CPM നേതാവാണ് പാലക്കാട്. അങ്ങനെ ആ ഒരു സാധ്യതകളാണ് ഇപ്പോൾ CPM പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM ഇത്തവണ പാലക്കാട് ഫീൽഡ് ചെയ്യുന്നത്. ശരി, VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 സ്വതന്ത്രരെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. ഇനി 3 സീറ്റുകളിൽ കൂടി മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആകാനുള്ളത്. ബാക്കി എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറാൻ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും തർക്കമുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. ഇന്ന് 4 മണിയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. CEC യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 35 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് അറിയാൻ പോകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറികളാണ്. നമുക്കറിയാം, ഇന്നലെ പുറത്തു വന്ന സ്ഥാനാർത്ഥി പട്ടിക പൊതുവെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. യുവാക്കൾക്ക് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് പരിഗണന നൽകിയുള്ള സ്ഥാനാർത്ഥി പട്ടിക എന്ന നിലയിലാണ് അതിനെ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, പൊട്ടിത്തെറികൾ അതിന് പിന്നാലെ കാണുകയായിരുന്നു. LDF സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു സാധ്യത ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തള്ളിക്കളയുന്നില്ല.
മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി. ആ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അടക്കം അസംതൃപ്തരുമായി CPM ചർച്ച നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. തിരൂരങ്ങാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി PMA സമീറിനെതിരെയാണ് രണ്ടത്താണി പരസ്യമായി പ്രതിഷേധിച്ചത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. എങ്ങനെ ഈ സമീർ സ്ഥാനാർത്ഥിയായി എന്ന ഒരു സംശയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് രണ്ടത്താണി ആദ്യം ഇതിൽ പ്രതിഷേധിച്ച് ഫേസ്ബുക്കിൽ ഇടുന്നത്. അത് വലിയ ചർച്ചയായി മാറുന്നു. പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ തേടുന്നു. ആ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാം താൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും അതിന്റെ ഉള്ളടക്കം, ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കത്തിലേക്കാണ് രണ്ടത്താണി ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത് തള്ളിക്കളയാനും രണ്ടത്താണി തയ്യാറായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആ പോസ്റ്റിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പ്രകടമാണ്. ചിലര് താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് താല്പര്യം? അല്ല, അത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. പാർട്ടി വിടുന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്നുവരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഉത്തരം ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നതാണ് രണ്ടത്താണി പറയുന്നത്. ഇടത് സ്വതന്ത്രനായി വരാനുള്ള സാധ്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്നില്ല. ഇടതുപക്ഷത്തിലെ നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതും തള്ളിക്കളയുന്നില്ല. മാത്രവുമല്ല, ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അവർ തന്റെ സുഹൃത്തുക്കളാണല്ലോ, അവരുമായി സംസാരിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന തരത്തിലുള്ള ഒരു മറുചോദ്യവും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി CPMന്റെ ഭാഗത്തേക്ക് വന്നാൽ ഈ രണ്ടത്താണിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയെ CPMും തള്ളിക്കളയുന്നില്ല. മാത്രവുമല്ല, രണ്ടത്താണിയെ പുകഴ്ത്തുകയാണ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A. വിജയരാഘവൻ ഇന്ന് ചെയ്തത്. രണ്ടത്താണിയുടെ അസംതൃപ്തി ചെറിയ കാര്യമല്ല എന്ന് വിജയരാഘവൻ പറയുന്നു. നിലവിലുള്ള സാഹചര്യത്തോട് ഇടതുമുന്നണി പോസിറ്റീവായി പ്രതികരിക്കുമെന്നും അതിനുള്ള ശ്രമം നടത്തും എന്നും കൂടിയാണ് വിജയരാഘവൻ പറഞ്ഞത്. നിലവിൽ രൂപപ്പെട്ട സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് മുന്നണി ആലോചിക്കുമെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. ഇടതുപക്ഷം വളരെ മികവാർന്ന തരത്തിലുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതൃത്വ നിരയെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വലിയ സ്വീകാര്യതയോടുകൂടി ആ സ്ഥാനാർത്ഥികളെ കേരളീയ സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ UDF വലിയ തോതിൽ അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. സാധാരണ UDFൽ പ്രതിസന്ധി രൂപപ്പെടുന്ന കൂട്ടർ കോൺഗ്രസ്സാണ്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിൻ്റെ നയങ്ങളെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെപ്പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആകുക മാത്രമല്ല, ലീഗിൻ്റെ പ്രയാസം ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫെൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിൻ്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ താനൂരിലോ തിരൂരിലോ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ CPM നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. താനൂരിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് V. അബ്ദുൾ റഹ്മാനെ ആയിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവും ഇതുവരെ പ്രചരണ രംഗത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മണ്ഡലം മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. തിരൂരിൽ മത്സരിക്കാനാണ് അബ്ദുൾ റഹ്മാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ താനൂരിൽ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ മത്സരിപ്പിച്ചുകൊണ്ട് തിരൂരിലേക്ക് V. അബ്ദുൾ റഹ്മാനെ മാറ്റുമോ എന്നതാണ് കാണേണ്ടത്. അല്ല എങ്കിൽ തിരൂരിൽ തന്നെ
അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താനാണ് CPM ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതേസമയം മങ്കടയിലും ലീഗിന് വിമത സ്ഥാനാർത്ഥി ഭീഷണിയുണ്ട്. അങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥി ഭീഷണി അവിടെ വരികയാണെങ്കിൽ പിന്തുണ നൽകാനുള്ള ആലോചന CPM-ലുണ്ട് എന്ന് മനസ്സിലാകുന്നു. ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കാനാണ് CPM നീക്കം നടത്തുന്നത്. അതേസമയം രണ്ടത്താണിയെ തള്ളി ലീഗ് നേതാക്കൾ രംഗത്ത് വന്നു. ആദ്യം ഇത് സ്വാർത്ഥ താൽപര്യം എന്ന നിലയിൽ ഉള്ള പ്രതികരണങ്ങളാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ CPM നീക്കം തുടങ്ങിയ സാഹചര്യത്തിൽ ഇപ്പോൾ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ചർച്ചകൾ നേതൃതലത്തിൽ തന്നെ നടക്കുകയും അങ്ങനെ അവർ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദും ആദ്യം തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥിത്വത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നൊരു ചോദ്യമാണ് നൂർബിന റഷീദ് ഉയർത്തിയത്. വനിതാ ലീഗിനെ തഴഞ്ഞുവെന്നാണ് വിമർശനത്തിന് കാരണമായി പറഞ്ഞതെങ്കിലും അത് സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പാണക്കാട് തങ്ങളെ വാർത്താസമ്മേളനം നടത്തി അധിക്ഷേപിച്ചവർക്ക് പോലും സീറ്റ് നൽകിയെന്നും ഫാത്തിമ തഹ്ലിയയുടെ പേര് പരാമർശിക്കാതെ നൂർബിന റഷീദ് കുറ്റപ്പെടുത്തി. തലമുറ മാറ്റം പുരുഷന്മാർക്ക് ബാധകമല്ലേ എന്ന ഒരു ചോദ്യം കൂടി നൂർബിന ഉന്നയിക്കുന്നുണ്ട്. ഈ 2-3 മാസം അവരെ കൊണ്ട് നടന്നിട്ട് അവർക്ക് കൊടുക്കാത്തതിലുള്ള വിഷമം ഞാനെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് അനീതി ചെയ്യരുത്. പൊതുസമൂഹത്തോട് ഞാൻ പറയാം, അവരെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? അവര് ദളിത് സ്ത്രീയായിട്ടാ വന്നത്, ദളിത് ലീഗിലൂടെയാ വന്നത്. അവരെ ദേശീയ നേതൃത്വത്തിലേക്ക് എടുത്തതാരാണ്? എന്റെ കയ്യിൽ എല്ലാ വോയിസ് റെക്കോർഡുണ്ട്. ദേശീയ കൌൺസിലിലേക്ക് അവരെ കൊണ്ടുവരാനാണ് ശക്തമായി വാദിച്ചതാരാണ്? അപ്പോ വലിയ വിമർശനമാണ് നൂർബിന റഷീദ് ഉൾപ്പെടെ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണെങ്കിലും നൂർബിന റഷീദ് ആണെങ്കിലും അവരൊന്നും പാർട്ടി വിടുമെന്ന് കരുതുന്നില്ല എന്നതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്. പാർട്ടി സ്ഥാനമാനങ്ങൾ കിട്ടിയവരാണ് ഇവർ രണ്ടുപേരും. പാർട്ടി ഇവർക്ക് വേണ്ടുന്ന പരിഗണനകളൊക്കെ എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് കിട്ടാതായതോടെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. അതൊരു സ്വാഭാവിക കാര്യം മാത്രമാണ് എന്ന് സാദിഖ് അലി തങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയ പ്രതീക്ഷയുണ്ട് എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. ആ പ്രതികരണം കൂടി കേൾക്കാം. വനിതാ ലീഗിൽ നിന്ന് ആരും ഭാരവാഹികളാരും സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നൊരു ആ രീതിയിലുള്ളൊരു വിമർശനവും കൂടി ഉയർന്നിട്ടുണ്ട്. ലീഗുകാരായ പുരുഷന്മാരുടെ ലീഗാണ്, ലീഗുകാരായ വനിതകൾ വനിതാ ലീഗാണ്. അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതിർത്തി പ്രകടിപ്പിക്കുന്ന അവരുടെ വികാരങ്ങൾ എന്താണ് എന്ന് പാർട്ടി ചോദിച്ചത്. അവരാരും ഞങ്ങൾ പുറത്തു നിർത്തില്ല. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരാരും ഞങ്ങൾ പുറത്തു നിർത്തൂല. അവരെ പാർട്ടിയോട് ചേർത്തി കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നല്ല അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവർ MLA ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിൻ്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. നല്ല ആത്മവിശ്വാസമാണ്. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മറ്റു ഘടകകക്ഷികളുടെയൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അത് കാണുന്ന ആർക്കും വിജയപ്രതീക്ഷ അതിൽ പ്രകാശിച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി വിട്ടു പോകുന്നവരല്ല ഇവരാരും എന്നതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും സാദിഖ് അലി തങ്ങളുടെ ആത്മവിശ്വാസമാണോ അതോ സ്ഥാനമാനമാണോ ഏതാണ് വലുത് എന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിൽ നമുക്കൊപ്പം CB അനുമോദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ലീഗിൻ്റേത് പൊതുവെ നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന നിലയിൽ കാണേണ്ടുന്ന പട്ടികയായിരുന്നു. സ്ത്രീകൾക്ക് നേരത്തെക്കാൾ പ്രാതിനിധ്യം അവർ നൽകുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ യുവാക്കളെ പരിഗണിച്ച ഒരു പട്ടിക എന്ന പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ സ്വീകരിക്കപ്പെട്ട പട്ടികയ്ക്കെതിരെയാണ് വലിയ ഭീഷണി ഇപ്പോൾ ഉയരുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയും നൂർബിന റഷീദും. രണ്ടത്താണി ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് അറിയുന്നു. എന്താണ് സാഹചര്യം? സാദിഖ് അലി തങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇവരൊന്നും പുറത്തേക്ക് പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് മറിച്ചാണോ?
രേണുക, മുസ്ലിം ലീഗിൽ തലമുറ മാറ്റം സംഭവിച്ചപ്പോൾ കുറച്ച് തലകൾ പുറത്തേക്ക് ഉരുളുന്നു എന്ന് വേണം കരുതുവാൻ. അതല്ലാതെ ഇതിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്കിതിനെ ആദ്യം വിലയിരുത്താൻ കഴിയില്ല. കാരണം വലിയൊരു മാറ്റം ലീഗിൽ സംഭവിക്കുന്നുണ്ട്. സാധാരണ ഏതൊരു തെരഞ്ഞെടുപ്പിലും പറഞ്ഞു കേൾക്കുന്ന പല പേരുകളും ഇത്തവണ ഉണ്ടായിട്ടില്ല. MK മുനീറിനെ പോലെ മുതിർന്ന നേതാക്കളെ, അതായത് KP മജീദ്, ഹമീദ് മാഷ തുടങ്ങിയ മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിയാണ് ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടികയുള്ളത്. അത് തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. അപ്പോൾ ഒരു തലമുറ മാറ്റം സംഭവിക്കുകയാണ് ഇവിടെ. അതിൽ പല ആൾക്കാർക്കും അതൃപ്തി ഉണ്ടാകുമെന്നാണ് സാദിഖ് അലി ഷാത്തുങ്ങൾ സൂചിപ്പിച്ചതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണി തനിക്ക് സീറ്റ് നൽകാത്തതിലല്ല പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുള്ളത്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ്. മറ്റ് യുവ നേതാക്കളൊക്കെ തന്നെ. ശരി, അനുമോദ് ഒന്ന് തുടരുക. ഞാൻ അനുമോദിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് പോകും. ചരിത്രത്തിൽ മാത്രമാണ് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അതിന്റെ പരാജയം നാദാപുരത്ത് കാണാനുണ്ട്, അതുകൊണ്ട് കൊയിലാണ്ടിയിൽ കാണാനുണ്ട്. വികസനമില്ല. അവിടെ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യുവാവായ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമാൻ അഭിജിത്തിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. അഭിജിത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിസിംഗ് ആയ ചെറുപ്പക്കാരനാണ്. ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ മുതൽക്കൂട്ടാണ്. രണ്ടുപേരും വിജയശ്രീലാളിതർക്ക് വരണം എന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങളുടെ കൂടെ പരിപൂർണമായ പിന്തുണ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 4 നൂറ്റാണ്ടായിട്ട് കോൺഗ്രസിന് MLA-മാരില്ല. അപ്പം ഇത്തവണ MLA-മാരുണ്ടാകുമെന്നാണ് പറയുന്നത്. MLA-മാരുണ്ടാകും, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടല്ലേ ഇവിടെ കോൺഗ്രസിന് ഒരു MLA ഇല്ല. ഇത്തവണ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ച് നമ്മൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വലിയ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനും വിജയത്തിനോളം എത്തുന്ന രൂപത്തിൽ കോർപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിച്ചു. ചുണ്ടിനും കപ്പിനിടയിലാണ് കോർപ്പറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ഒരു ശുഭസൂചകമായി ഞാൻ നോക്കിക്കാണുകയാണ്. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. നാദാപുരത്തും ഈ മാറ്റം വളരെ പ്രകടമാണ്. എല്ലാ സ്ഥലങ്ങളിലും ആ പ്രകടനം അത്തരമൊരു വിജയം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ ഒരു ആവർത്തനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നാണ് എന്റെ പ്രത്യാശ. ഈ തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ ആരംഭിച്ചതാണ്, മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങളായി ആരംഭിച്ചതാണ്. പക്ഷേ അവസാന നിമിഷത്തിലെ ഈ വെള്ളിപ്പാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നോമിനേഷന്റെ സമയത്തേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും പട്ടിക പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അത് കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ, നിങ്ങൾ പലവട്ടം ചോദിച്ചാൽ ഇന്ന് കാലത്തും പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത് ഞാൻ കണ്ടു, മറ്റു നേതാക്കന്മാരോടൊക്കെ ചോദിക്കുന്നു. അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വരും എന്നൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന സത്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട് കാര്യം. അതുകൊണ്ട് അതിനർത്ഥം തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നല്ല. എല്ലാ തയ്യാറെടുപ്പും നടത്തി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അല്പം താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദയവേത് കൊടുക്കരുത്. അതേക്കുറിച്ച് ഞാനിപ്പോൾ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും അത്തരം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അതല്ലെങ്കിൽ അഭിജിത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തന്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. പറയേണ്ട വേദിയിൽ വെച്ച് പറയണം. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഏത് നേതാവിന്റെ മുമ്പിൽ വെച്ചും ഞാൻ അഭിപ്രായം പറയും. പക്ഷെ പാർട്ടിയുടെ ഉള്ളിലേ പറയുള്ളൂ. എന്റെ അഭിപ്രായങ്ങളെയും കൃത്യമായിട്ട് പറയാറുണ്ട്, മുഖത്ത് നോക്കിയിട്ട്, മുഖാമുഖം. അത് പറയുന്ന പാരമ്പര്യമാണ് എനിക്കുള്ളത്. അല്ലാതെ മീഡിയ കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. പിന്നെ വല്ലതും ചോദിക്കാണ്ടോ? സമുദായ സമവാക്യം അത് ഈ ലിസ്റ്റിനെ പറ്റി വലിയൊരു ആക്ഷേപമായി ആദ്യം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോൾ ശിവഗിരി മഠം പോലും നേരിട്ട് വന്ന് പറയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാദാപുരം കൊയിലാണ്ടി സ്ഥാനാർത്ഥികൾ കാണാനെത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പ്രതീക്ഷിച്ചിരുന്ന മറുപടി ഈ കെ സുധാകരൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എന്ത് പറയുന്നു എന്നതായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ല എന്നതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. അത് പറയേണ്ടുന്ന വേദിയിലാണ് താൻ പറഞ്ഞിട്ടുള്ളത്, അവിടെ പറയും എന്നതാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നും ദിവസം കുറവായിരിക്കുമെന്നും ഒന്നും പ്രതീക്ഷിച്ചതല്ല. വേണ്ടത്ര ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിലെ സ്വാഭാവികമായ താമസം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കൊപ്പം അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ലീഗിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു, വിമത ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. തുടരാം.
തീർച്ചയായും രേണുക, നമ്മൾ സൂചിപ്പിച്ചത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ പരാമർശിക്കുന്നത് തിരൂരങ്ങാട് സീറ്റിനെ കുറിച്ചാണ്. അപ്പോൾ തിരൂരങ്ങാട് സീറ്റ് PMA സബീറിന് നൽകിയതിനെതിരെ അത് തീർച്ചയായും അർഹതയില്ലാത്ത ഒരാൾക്ക് നൽകിയെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനമുള്ളത്. അത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കരുവാക്കി മറ്റാരോ പേയ്മെന്റ് സീറ്റ് പോലെ നൽകി എന്നുള്ളത് അത് തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് നേതൃത്വത്തിനെതിരെയുള്ള വലിയ വിമർശനമാണ്. സ്വാഭാവികമായിട്ടും അത്രയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച അദ്ദേഹത്തിന് ഇനി പാർട്ടി നയിപ്പിക്കുമെന്ന് കരുതാനാകില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ, ശരീരഭാഷയിൽ തന്നെ നിലപാട് വ്യക്തമാണ്. ഇനി വലിയ തോതിൽ അണിനയ ശ്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് മുമ്പിലുള്ള അടുത്ത ചോയ്സ് ഇടതുപക്ഷത്തിന് കൂടെ മത്സരിക്കുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറുന്നു എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായി കഴിഞ്ഞു. അതിന് പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതായത് വി അബ്ദുറഹ്മാൻ താനൂർ ഉപേക്ഷിക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി വേണം. അത് UDF നിന്ന് വരികയാണെങ്കിൽ അത്രയും സൗകര്യമാകും, അത്രയും നല്ലതാകുമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ ചിന്ത. പക്ഷേ താനൂരിൽ മത്സരിക്കാൻ വി അബ്ദുറഹ്മാൻ രണ്ടത്താണി തയ്യാറായിട്ടില്ല. അദ്ദേഹം തിരൂരങ്ങാടിയാണ് ആവശ്യപ്പെടുന്നത്. തിരൂരങ്ങാടി ആവശ്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം തിരൂരങ്ങാടിലെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ മത്സരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു കോസ് ഉണ്ട്. താനൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ജനങ്ങളോട് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അദ്ദേഹം കൂടി നല്ല സ്ഥാനാർത്ഥി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് PK നവാസ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ തിരൂരങ്ങാടി സീറ്റ് ഇപ്പോൾ നിലവിൽ CPIയുടെ കൈവശമാണുള്ളത്. CPI മത്സരിക്കുന്ന അജിത് കുളാടിയാണ്. അജിത് കുളാടി കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹത്തെ പിൻവലിച്ച നിയാസ് പുളിക്കകത്തിനെ മത്സരിപ്പിച്ചൊരു ചരിത്രമുണ്ട്. അതായത് ഒരു തവണ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് തിരൂരങ്ങാടി പ്രവർത്തിച്ച് പിൻവലിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് വീണ്ടും അതേ ഒരു തരത്തിൽ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ CPIയെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് CPI ആവശ്യപ്പെടുന്നത് മറ്റൊരു സീറ്റാണ്. അത് അവർക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് വോട്ടിൻ്റെ ശരാശരി അവരുടെ ദേശീയ പാർട്ടി നിലനിൽപ്പിന് അത് ആവശ്യമുണ്ട്. അപ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് തിരൂരങ്ങാടി അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നൽകണമെങ്കിൽ CPI അനുനയിപ്പിക്കേണ്ടതുണ്ട്. CPI ആവശ്യപ്പെടുന്നത് വള്ളിക്കുന്ന് സീറ്റാണ്. വള്ളിക്കുന്ന് സീറ്റിൽ നിലവിൽ INലാണുള്ളത്. അത് നൽകുന്നതിനുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കണം. രണ്ടാമതായിട്ട് CPM ആവശ്യപ്പെടുന്നത് താനൂരിൽ മത്സരിക്കാനാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി അതിനോട് പൂർണ്ണമായിട്ടും സമ്മതം അറിയിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹം താനൂരിൽ മത്സരിക്കുന്നത് ഉചിതമാകില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഏറെ വൈകാതെ തന്നെ ഇതിൽ നിലപാടുകൾ അറിയാൻ കഴിയും. കാരണം അധികം സമയമൊന്നും തെരഞ്ഞെടുപ്പിനില്ല എന്നതുകൊണ്ട് തന്നെ നാളത്തോടെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടിലേക്ക് ഇടതുമുന്നണിയും അബ്ദുറഹ്മാൻ രണ്ടത്താണി എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അനുമോദ്, ഇതിൽ തന്റെ പോസ്റ്റിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറയുന്നുണ്ട് താൻ ലീഗ് ഐഡിയോളജി പിന്തുടരുന്ന ആളാണ്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷേ നേതൃത്വവുമായി ആശയവിനിമയത്തിനുള്ള ഒരു സാധ്യത ഇട്ടുകൊണ്ടാണോ? അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് സംസാരിച്ചത്. ഒരു സ്ഥാനാർത്ഥി മോഹിയായി പുറത്തേക്ക് വരാൻ രണ്ടത്താണി തയ്യാറെടുക്കുമോ? ഇപ്പോൾ ആദ്യം അത് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള തുറന്നു പറച്ചിലാണ് എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ ലീഗ് നേതാക്കൾ ഇരുവരുമായും ചർച്ച നടത്തുന്നുണ്ട്, രണ്ടത്താണിയുമായി പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അനുനയിപ്പിക്കാൻ കഴിയുമെന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? രണ്ടത്താണിയുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. അത്തരത്തിൽ ലീഗ് ചർച്ച നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ലീഗിലെ ഉന്നത നേതാക്കളോട് സംസാരിക്കുമ്പോഴും രണ്ടത്താണിയുമായി നേരിൽ സംസാരിക്കുമ്പോഴും അത്തരത്തിൽ അനുനയത്തിൻ്റെ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ കാണാൻ പ്രാദേശികമായ നേതാക്കൾ വരുന്നുണ്ട്. അതായത് പല പഞ്ചായത്തുകളിലും നേതാക്കൾ വരുന്നുണ്ട്. അവരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ വഴി പാണക്കാട് നേരിട്ട് ഒരു ചർച്ച ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ലീഗ് നേതാക്കൾ നേരിട്ട് അദ്ദേഹവുമായി ഒരു അനുനയത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ലീഗിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിക്കുന്ന ഒരു ചരിത്രമുള്ള ആളെ അത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുപക്ഷെ ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങൾക്ക് അത്ര പ്രാധാന്യം ലീഗ് ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട് എന്ന് കരുതുന്നില്ല. തീരുമാനമെടുക്കേണ്ടത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് എന്നൊരു നിലപാടിലാണ് ലീഗ് ഉള്ളത്. ലീഗ് പുറത്താക്കിക്കൊണ്ടുള്ളൊരു തീരുമാനം എന്തായാലും പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. മറിച്ച് രണ്ടത്താണിക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ള തരത്തിലേക്ക് ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. എന്നാണെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ലീഗിനെ സംബന്ധിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ വിളിപ്പിച്ച് ഒരു അനുനയ നീക്കം എന്നുള്ളത് സാധ്യമാകുമോ എന്ന് പറയാനാകില്ല. മറിച്ച് രണ്ടത്താണിയാകട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷവുമായിട്ട് അദ്ദേഹം ആലോചന നടത്തുന്നുണ്ടെങ്കിലും അവിടുത്തെ ആ സീറ്റ് തിരൂരങ്ങാടി ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ഇതിലുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ സമയം എന്നുള്ളത് വളരെ കുറവാണ്. നാളത്തോടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം തുടങ്ങിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഇതിൽ അനിശ്ചിതത്വം നീങ്ങുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ.
ശരി, എന്തായാലും നീട്ടിക്കൊണ്ടു പോവുക സാധ്യമല്ല എന്നൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJP-യിലും കലഹമുണ്ട്. കുമ്മനം രാജശേഖരനെയും MT രമേശിനെയും ഒഴിവാക്കിയതിൽ RSS അതൃപ്തി രേഖപ്പെടുത്തിയെന്ന വിവരമാണുള്ളത്. ചെങ്ങന്നൂർ ഉറപ്പിച്ചിരുന്ന സന്ദീപ് വചസ്പതിയെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക പ്രതിഷേധവും ഉയരുന്നുണ്ട്. മാത്രവുമല്ല, തൃപ്പൂണിത്തുറ സീറ്റ് 2020 വിട്ടുകൊടുത്തതിൽ BJP-യിൽ അമർഷം നിലനിൽക്കുകയാണ്. ജില്ലയിലെ A ക്ലാസ് മണ്ഡലത്തിൽ വിജയസാധ്യത നിലനിൽക്കെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയത് തിരിച്ചടിയാകുമെന്നതാണ് പ്രവർത്തകരുടെ വികാരം ഇപ്പോൾ. മാത്രവുമല്ല, സിനിമാ താരം അഞ്ജലി നായരെയാണ് 2020 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ജില്ലയിലെ പല പ്രധാന മണ്ഡലങ്ങളിലും 2020 വിട്ടുകൊടുക്കുന്നത് പ്രവർത്തകരിൽ കടുത്ത വിയോജിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഡാനി പോൾ ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, BJP-യിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന്. മാത്രവുമല്ല, എറണാകുളം അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ള ഇടത്ത് പോലും അത് ഘടകകക്ഷിക്ക് കൊടുക്കുന്നു. അവിടെ ഒരു സിനിമാ താരം മത്സരിക്കുന്നു എന്നതൊക്കെ പ്രവർത്തകരിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ബാധിക്കും BJP-യുടെ സാധ്യതകളെ? രേണുക, എറണാകുളം ജില്ലയിൽ വളരെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു, ഒരു മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം BJP-ക്കാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ വളരെ ചിട്ടയായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു ഏകോപനത്തോടെ മുന്നോട്ട് പോകുന്നൊരിടം. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ഈ മണ്ഡലം കൈമാറുന്നൊരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. മണ്ഡലം 2020 അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അത് മാറ്റുന്നത്. ഇത് തുടക്കത്തിൽ BJP-ക്ക് വലിയ രീതിയിൽ, അതായത് ഇപ്പോൾ ക്യാമ്പയിനിലേക്കെല്ലാം തന്നെ നീങ്ങാൻ പോകുന്നൊരു സമയമാണ്. പ്രവർത്തകരിൽ വലിയ ഒരു അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് നേതൃത്വത്തിൻ്റെ ഇതൊരു കൂടിയാലോചനകളില്ലാത്ത ഒരു പ്രവൃത്തിയായി പോയി എന്ന് പലരും തന്നെ വിലയിരുത്തുന്നു. ഇതാരും ഒരു പരസ്യ പ്രതികരണത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാ പ്രവർത്തകരിലും തന്നെ പല ആളുകളും തന്നെ ഇത്തരം കാര്യങ്ങൾ രഹസ്യമായെങ്കിലും സമ്മതിക്കുന്നുണ്ട്. കാരണം തങ്ങളിൽ നിന്നൊരാൾ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒരാൾ അതിൽ ഒരു സ്ഥാനാർത്ഥിയാകുമെന്നും അവിടെ ഒത്തൊരുമയോടുകൂടി ഒരു പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാനെല്ലാം സാധിക്കുമെന്നെല്ലാം പറയുന്നു. ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് 2020 സീറ്റ് നൽകുന്നത്. അത് ഒരു സിനിമാ താരം അവിടേക്ക് വരുന്നു. അവരോടുള്ള ഒരു എതിർപ്പ് എന്നതിലല്ല, അങ്ങനെ ഒരു പ്രവൃത്തി പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾ വളരെ പെട്ടെന്ന് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് കടന്നു വരുമ്പോൾ, ആ ഒരു മുഖത്തിലേക്ക് വരുമ്പോഴേക്കും അത് എങ്ങനെ എത്ര കണ്ട് സാധാരണക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നതെല്ലാമാണ് അവർ ചോദിക്കുന്നത്. കാരണം നാളിത്രയായും അവർ വലിയ രീതിയിൽ തന്നെ അവിടെ കഠിനാധ്വാനം പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. സമരരംഗത്താണെങ്കിലും പല രീതിയിലുള്ള പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും BJP വളരെ സജീവമായ ഒരു മണ്ഡലമാണ് അവിടെ ഒട്ടും പരിചിതമല്ലാത്ത ഒരാളെ അവിടെ അവരോധിക്കപ്പെടുമ്പോൾ അത് സിനിമാ താരമെന്നൊരു ലേബൽ മാത്രമേ അതിനുള്ളൂ, മറ്റൊന്നും തന്നെയില്ല. അപ്പോൾ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. നേരത്തെ ആദ്യഘട്ട ചർച്ചയിൽ ഇത് സീറ്റ് വേണമെന്ന ഒരു ആവശ്യം 2020 മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ തന്നെ മത്സരിക്കട്ടെ, സാബു ജേക്കബ് തന്നെ മത്സരിക്കട്ടെ എന്നതായിരുന്നു BJP മുന്നോട്ട് വെച്ച ആശയം. പക്ഷേ അത് നിരാകരിക്കപ്പെടുന്നു. പകരം മറ്റൊരാൾ വരുന്നു. ഇപ്പോൾ ഏതായാലും അത് പാടുപെട്ട് ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥയിലാണ് BJP പ്രവർത്തകർ. തീർച്ചയായും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിർണായക തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലാണോ സ്ഥാനാർത്ഥി നിർണയം? എന്തായാലും പുറമേക്ക് ഇതുവരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ റാലി നടക്കുകയാണ്. വലിയ രീതിയിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു രമേശ് പിഷാരടി. നേരത്തെയാണ്, അല്പസമയം മുമ്പാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി പൊതു സ്വതന്ത്രൻ NMR റസാഖാണ് എന്ന വിവരം വന്നത്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ ആവേശഭരിതമാവുകയാണ്. രമേശ് പിഷാരടിയുടെ റോഡ് ഷോയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് MLA-മാരെ മാറ്റി നിർത്തിയത് 3 ഇടത്താണ്. അതിലൊന്നാണ് പാലക്കാട്. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ലൈംഗിക ആരോപണ കേസുകളിൽ പെടുകയും കോൺഗ്രസ് പുറത്താക്കുകയുമായിരുന്നു. അങ്ങനെയാണ് അവിടെ പുതിയ സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രമേശ് പിഷാരടി അവിടെ റാലിയോടുകൂടി പ്രചരണം ആരംഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
രമേശ് പിഷാരടി പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പാലക്കാട് റോഡ് ഷോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJP വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്, BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രനാണ് അവിടെ BJP സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചുവരെഴുത്തും പ്രചരണവും ഒക്കെ പാലക്കാട് ആരംഭിച്ചിരുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രചരണ രംഗത്ത് ശോഭാ സുരേന്ദ്രനുണ്ട്. അവിടേക്ക് രമേശ് പിഷാരടി കൂടി എത്തുകയാണ്. ഏവർക്കും സുപരിചിതനാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണം എങ്ങനെയാകും എന്ന വലിയ കൗതുകമുണ്ട്. അത് കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാടിനെ മാറ്റുന്നുമുണ്ട്. അതായത് രമേശ് പിഷാരടി റാലിയോടുകൂടി പ്രചരണം ആരംഭിക്കുന്നു പാലക്കാട്. നമ്മൾ കണ്ണൂരിലേക്ക് കൂടി ഒന്ന് പോകണം. കണ്ണൂർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഇടമാണ്. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടി വിമതരിൽ നിന്ന് CPM ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറയാം. ഈ ഭീഷണി എങ്ങനെ മറികടക്കാം എന്നതാണ് CPM കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഘടകം. ഇപ്പോൾ PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ എതിർ സ്വരങ്ങൾ ശക്തമായതോടെ അതെങ്ങനെ മറികടക്കാം എന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് പാർട്ടി. ഇപ്പോൾ തളിപ്പറമ്പിൽ മണ്ഡലം കൺവെൻഷൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ, മറ്റ് പ്രചാരണ പരിപാടികളിലൂടെയൊക്കെ വിമതർക്കെതിരായിട്ടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് CPM അവിടെ ചെയ്യുന്നത്. സുമേഷ് മൊറാഴ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുമേഷ്, സ്വാഭാവികമായും കണ്ണൂരിലെ ഈ സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെയും വലിയ പ്രതിസന്ധിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സുധാകരൻ ഉയർത്തുന്ന വലിയ വെല്ലുവിളിയുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ണൂരിൽ എങ്ങനെയാണ്? CPM ഈ വിമതർ ഉയർത്തിയിട്ടുള്ള ഭീഷണികളെ എങ്ങനെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റുന്നത്? രേണുക, തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്യാമളയുടെ മണ്ഡലം കൺവെൻഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമത സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതിൽ പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കും തളിപ്പറമ്പ് മണ്ഡലം. അതായത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഒരു വിമതൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു. അതിനെ UDF പിന്തുണക്കാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഈ അതൃപ്തി പുകയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇന്നലെയായിരുന്നു ഈ TK ഗോവിന്ദൻ മാസ്റ്ററെ പുറത്താക്കിക്കൊണ്ടുള്ള CPMന്റെ ഈ പത്രസമ്മേളനം ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിളിച്ചു ചേർത്തത്. അതിൽ TK ഗോവിന്ദനെ പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് വരുന്നു. പിന്നാലെ തന്നെ ഈ ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് PK ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച CPM പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഒറ്റക്കെട്ടായി CPMനെ അനുകൂലിച്ചുകൊണ്ട് CPMനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് വരുന്നു. അങ്ങനെ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ടീച്ചറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇതിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ഇത്തരം ഒരു വിശദീകരണ യോഗം പോലും, അതായത് മണ്ഡലം കൺവെൻഷൻ ഉൾപ്പെടെ വിശദീകരണ യോഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് CPM അതിന്റെ തന്ത്രങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്, ഒരു വോട്ട് പോലും ചോർന്നു പോകരുത്, അങ്ങനെയുള്ള തന്ത്രപരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് CPM അതായത് LDF അതിന്റെ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശരി, എന്തായാലും പതിവില്ലാത്ത വിമത ഭീഷണി നേരിടുന്ന CPM കണ്ണൂരിൽ ആ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ വാർത്തകളാണ് ഇതുവരെ കണ്ടതെങ്കിൽ യഥാർത്ഥ യുദ്ധത്തിന്റെ വാർത്തകളിലേക്കാണ് ഇനി. ഇറാനെതിരായ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിക്ക് പിന്നാലെ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെയും കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിയും ഇസ്മായിൽ ഖത്തീബും കൊല്ലപ്പെട്ടത് കാര്യങ്ങൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി, തുടരെ മിസൈൽ ആക്രമണമുണ്ടായി. 2 മരണം ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാറിജാനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത തന്ത്രപ്രധാന വ്യക്തിയെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിന് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചും ഇറാൻ ആക്രമണം തുടരുകയാണ്. ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇറാന്റെ എല്ലാ നേതാക്കളുടെയും തലയരിയാൻ ഇസ്രയേൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്.
ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനായിരുന്നു അലി ലാറിജാനി. ലാറിജാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനും ബോഡി ഗാർഡുകളും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ നഷ്ടമാണ് ഇറാനെ സംബന്ധിച്ച് ഉണ്ടായത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇറാന് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ് കൊല്ലപ്പെട്ടതിന് ശേഷം രാജ്യത്തിന്റെ ഭരണ പ്രതിരോധ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നത് അലി ലാറിജാനി ആയിരുന്നു. ഖമനേയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ലാറിജാനി. ദശാബ്ദങ്ങളായുള്ള ഇറാൻ രാഷ്ട്രീയത്തിലെ ശക്തനായ സാന്നിധ്യമായിരുന്നു ലാറിജാനി. മുൻപ് പാർലമെന്റ് സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ നയങ്ങളിലും വിദേശകാര്യ നയങ്ങളിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ലാറിജാനി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അയത്തുള്ള അലി ഖമനേയ്ക്ക് പിന്നാലെ അലി ലാറിജാനിയും കൊല്ലപ്പെട്ടത് ഇറാന് കടുത്ത ആഘാതം നൽകിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ കൂടി ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അലി ലാറിജാനിക്ക് പിന്നാലെ ബാസിദ് പാരാമിലിറ്ററി ഫോഴ്സ് കമാൻഡർ ഖോംല റസ സുലൈമാനിയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ടെഹ്റാനിൽ രാത്രിയിൽ നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ മേഖലകളിലും സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകും എന്ന ഒരു സന്ദേശം കൂടി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നൽകുകയാണ്. അതായത് പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ 2 രാത്രികളിലായി നടന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഇറാന് നഷ്ടമായിരിക്കുന്നു. അതിന് പിന്നാലെ ആ ആക്രമണങ്ങൾ തുടരും എന്നതിന്റെ വലിയ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത്. ആ ആക്രമണങ്ങൾ തുടരും എന്ന സന്ദേശം തന്നെ നൽകുന്നു. അതിന് IDF-ന് എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ യോഗത്തെ ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അലി ലാറിജാനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലാറിജാനിയുടെ മരണം ഇറാന് വലിയ നഷ്ടമാണ് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. രാജ്യസുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കുമായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു ലാറിജാനി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അതേസമയം ലാറിജാനിയെ ഇറാന്റെ ഭീകര ഭരണകൂടത്തിന്റെ തലവനെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ലാറിജാനിയെ വധിച്ചത് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. അലി ലാറിജാനി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് തന്നെ മാറുകയാണ്. കനത്ത തിരിച്ചടി ഉറപ്പാണ് എന്ന സന്ദേശമാണ് ഇറാൻ നൽകിയത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലർ സെക്രട്ടറിയുടെ കൊലപാതകത്തിനുള്ള ഇറാന്റെ മറുപടി ശക്തവും ശത്രുക്കളെ ഖേദിപ്പിക്കുന്നതുമായിരിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത്. സൈനിക മേധാവി അമീർ ഖാത്തമി ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കുന്ന കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സും വലിയ വെല്ലുവിളിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. രക്തസാക്ഷി ഡോക്ടർ അലി ലാറിജാനിയുടെയും സഹപ്രവർത്തകരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യും എന്നതാണ് IRGC വ്യക്തമാക്കിയത്. തങ്ങൾ മധ്യ ഇസ്രായേലിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചതായി IRGC അതിനുശേഷം അവകാശപ്പെട്ടു. സെൻട്രൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു റവല്യൂഷണറി ഗാർഡ്സിന്റെ ആക്രമണം. ടെൽ അവീവിന് സമീപമുണ്ടായ മിസൈൽ വീഴ്ചയിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പിന്നീട് പുറത്തുവന്നത്. ഇസ്രായേലിൽ വിവിധയിടങ്ങളിൽ മിസൈൽ പതിച്ചും അവശിഷ്ടങ്ങൾ പതിച്ചും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ആക്രമണം നടന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഈ യുദ്ധം കനക്കുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. വലിയ രീതിയിലുള്ള പലായനം ഈ ഭാഗങ്ങളിൽ ബെയ്റൂട്ടിൽ നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. വലിയ രീതിയിൽ ഗൾഫ് മേഖലയിലേക്കും ഇറാന്റെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ വന്ന ബാലിസ്റ്റിക് മിസൈൽ സൗദി സൈന്യം തകർത്തു എന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇറാനെ തീർക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സുരക്ഷാ അവലോകന യോഗത്തിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് ഇറാനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരെ നടക്കുന്ന യുദ്ധം ശക്തമാക്കുന്ന തരത്തിലുള്ള സുപ്രധാന നീക്കങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും പ്രതീക്ഷിക്കാമെന്നതാണ്. ഇറാനിലെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്റലിജൻസ് മന്ത്രി ഖത്തീബിനെ രാത്രിയിൽ തന്നെ വധിച്ചത് അതിന്റെ ഭാഗമാണെന്നും കാറ്റ്സ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വധിക്കാൻ താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന IDF-ന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഇനി മുതൽ ഓരോ നീക്കത്തിനും പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല എന്നുമാണ് കാറ്റ്സ് വ്യക്തമാക്കുന്നത്. അതായത് എന്തും ചെയ്യാനുള്ള അധികാരം IDF-ന് നൽകിയെന്നാണ് കാറ്റ്സ് പറയുന്നത്.
ഈ യുദ്ധം അതിന്റെ ഏറ്റവും അപകടം പിടിച്ച ഘട്ടത്തിലേക്ക് എത്തി എന്നതിന്റെ സൂചനയാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ ഈ വാക്കുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം തീരാൻ പോകുന്നില്ല, ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ യുദ്ധം അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നു എന്നതിന്റെ വളരെ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇസ്രായേലിന്റെ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.